പി ജെ വിൻസെന്റ്, RSSന് രാഷ്ട്രനിർമ്മാണത്തിൽ എന്താണ് പങ്ക്? രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കുണ്ട് എന്നത് അനുസ്മരിക്കുകയാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. 100 വർഷമായിരിക്കുന്ന ഈ സംഘടനാ ലോകത്തെ തന്നെ വലിയ NGO ആണെന്ന് പറയുന്നതോടൊപ്പം രാഷ്ട്രനിർമ്മാണത്തിലെ RSSന്റെ പങ്കിനെ കുറിച്ചാണ് പ്രധാനമന്ത്രി വാചാലനായത്. അങ്ങനെ ഒരു പങ്കുണ്ടോ യഥാർത്ഥത്തിൽ? ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ RSS ഏതു ഭാഗത്തായിരുന്നു എന്നാണ് നമ്മുടെ ചരിത്രം പറയുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ഏകശിലാ രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ ഒരു പ്രവാഹമായിട്ട് മാത്രമോ ഉള്ളതല്ല. അത് നിരവധി ധാരകളിലൂടെ വളർന്ന് വികസിച്ച ഒരു ജനകീയ പ്രസ്ഥാനമാണ്. അത് ലോകത്തെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചവരൊക്കെ റവല്യൂഷണറി ടെററിസ്റ്റ് സമീപനമാണ് സ്വീകരിച്ചത്. അത് അറിയാലും സ്വാതന്ത്ര്യം അടക്കമുള്ള ഗദർ പാർട്ടിയാണെങ്കിലും മാഡം ബിക്കാരി കാമയുടെ നേതൃത്വത്തിൽ യൂറോപ്പിലുള്ള പ്രവർത്തനമാണെങ്കിലും അഭിനവ് ഭാരത് തുടങ്ങിയിട്ടുള്ള സംഘങ്ങൾ, അതിൽ സവർക്കർ അതിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ജപ്പാൻ കേന്ദ്രീകരിച്ച് റാഷ് ബിഹാരി ബോസിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം. അങ്ങനെ ഇന്ത്യക്ക് പുറത്ത് എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്ത് പ്രവർത്തിച്ച ധാരാളം സംഘടനകൾ, അവരെല്ലാം സായുധ കലാപത്തിലൂടെ അല്ലെങ്കിൽ മിലിറ്ററി സൈനിക നടപടിയിലൂടെ ഇന്ത്യയെ മോചിപ്പിക്കുക എന്നാഗ്രഹിച്ചവരായിരുന്നു. അതേസമയം ഇന്ത്യക്കകത്ത് മുഖ്യധാര മഹാത്മാഗാന്ധി നെഹ്റു പാരമ്പര്യം മുന്നോട്ട് വയ്ക്കുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ജനകീയ മുന്നേറ്റമായിരുന്നു. ഇന്ത്യക്കകത്ത് തന്നെ റവല്യൂഷണറി ടെററിസ്റ്റ് മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു. സൂര്യസെന്നിന്റെ പ്രസ്ഥാനം, ഭഗത് സിംഗിന്റെ പ്രസ്ഥാനം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ബഹുതല പ്രസ്ഥാനമായിരുന്നു. അതിൽ RSSകാരും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അതൊക്കെ ചരിത്രപരമായ ഒരു ഫാക്റ്റാണ്. പക്ഷേ ഒരു സംഘടന എന്ന നിലയ്ക്ക് RSS എന്ത് നിലപാടാണ് എടുത്തിരുന്നത്? ഹിന്ദുക്കൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകേണ്ടതില്ല എന്നൊരു നിലപാട് എടുത്തിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞിരുന്നില്ലേ RSS? കറക്റ്റാണ്. അതാണ് ഞാൻ പറയുന്നത്. RSSകാർ പല ഘട്ടങ്ങളിലും പല കേസുകളിലും 1942 സ്വാതന്ത്ര്യ സമരത്തിലും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിലൊക്കെ RSSന് പല നേതാക്കന്മാരും പ്രതികളായതും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിട്ടൊക്കെ ചരിത്രപരമായി നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം തെളിവുകളുണ്ട്. അതേസമയം ഐഡിയോളജി ഒരു ഘട്ടത്തിലും ആധുനിക ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന മതേതര ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഭാഗമായിരുന്നില്ല RSS എന്നതാണ് നമ്മൾ ശക്തമായി പറയേണ്ടുന്ന കാര്യം. അതാണ് ചരിത്ര വസ്തുത. ഇൻഡിവിജ്വലായിട്ട് വ്യക്തികൾ എന്ന നിലയിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ RSSന്റെ നിരവധി വളണ്ടിയർമാർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒട്ടനവധി ആളുകൾ പല ഘട്ടങ്ങളിലും കേസുകളിലൊക്കെ ഉൾപ്പെട്ട് ജയിലിലും പോയിട്ടുണ്ട്. അതിന് ധാരാളം ചരിത്രപരമായ തെളിവുകളുണ്ട്. അതിനെ നമ്മൾ നിഷേധിക്കരുത്. അതേസമയം ഐഡിയോളജിക്കലി ഇന്ന് നമ്മൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രമെന്താ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. 1950 ജനുവരി 26 അങ്ങനെയാണ് ഒരു സ്വതന്ത്ര പരമാധികാര ഇന്ത്യ. ആ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ ഒരു സെക്യുലർ ഇന്ത്യയാണ്, സോഷ്യലിസ്റ്റ് ഇന്ത്യയാണ്. അതിന്റെ അടിസ്ഥാനം ഇൻക്ലൂസീവ് നാഷണാലിസമാണ്. എല്ലാവരെയും അങ്ങനെ ഒരു സന്ദേശം, എല്ലാവരും ഉൾക്കൊള്ളുന്ന സന്ദേശമാണോ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നതെന്ന ചോദ്യമുണ്ടല്ലോ. ഇന്നലെ തന്നെ വിഭജന ഭീതി ദിവസമായിരുന്നു. എന്തിനാണ് ഒരു ഭീതി പിന്നെയും വിതയ്ക്കുന്നതെന്ന ചോദ്യം. ചരിത്രത്തിലെ വിഭജനമാണോ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഭജനമാണോ പരിശോധിക്കേണ്ടതെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതെ, അത് വളരെ സ്മൃതി പറയുന്നത് വളരെ ശ്രദ്ധേയമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് അഡ്രസ് ചെയ്തേ ആധുനിക ജനാധിപത്യ ഭാരതത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ പ്രത്യയശാസ്ത്രപരമായി RSS മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിയും ഇന്നത്തെ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഭാരതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, സെക്കുലർ ഇൻക്ലൂസീവ് നാഷണലിസമാണ്. മതേതര എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ജനാധിപത്യ ബോധവും ദേശീയതയും ആധാരമാക്കിയിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം നിലനിൽക്കുന്നത്. ആ പ്രത്യയശാസ്ത്രവുമായിട്ട് RSSന് പുലബന്ധം പോലുമില്ല. അത് മുന്നോട്ട് വയ്ക്കുന്നത് മതരാഷ്ട്രവാദമാണ്. അത് മുന്നോട്ട് വയ്ക്കുന്ന ദേശീയത ഹിന്ദുത്വ നാഷണാലിസമാണ്. അപ്പോൾ ഇന്ത്യയുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന മതേതര ജനാധിപത്യ ദേശീയതയും ഹിന്ദുത്വ മതദേശീയതയും ഒരു കാരണവശാലും ഒരുമിച്ച് പോകില്ല. അവിടെയാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഭാരതത്തിനുള്ളത്. അതിന്റെ പ്രിയാമ്പിളിലാണ് നമ്മൾ ഭാരതത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ആ ഡെഫിനേഷനിൽ പിന്നീട് നമ്മൾ
സെക്യുലറിസവും സോഷ്യലിസവും കൂട്ടിച്ചേർത്താണ് പിന്നീട്. അതിനർത്ഥം ഇതിനു മുമ്പ് സെക്യുലറിസവും സോഷ്യലിസവും ഇല്ല എന്നുള്ളതല്ല. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗമായിരുന്ന ദാക്ഷായണി വേലായുധനും അമ്മു സ്വാമിനാഥനും പറഞ്ഞ ഒരു ഇന്ത്യയിലെ സെക്യുലറിസത്തെ സംബന്ധിച്ച് അത് ഭരണഘടനയെ സമിതിയിലെ ഡിബേറ്റുകൾ എടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഡിബേറ്റുകളുടെ എല്ലാം അവസാനം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ ഫൗണ്ടിങ് ഫാദേഴ്സ് ആൻഡ് ഫൗണ്ടിങ് മദേഴ്സ് ഇവർ രണ്ടുപേരും ഇന്ത്യ ഒരു മതേതര രാജ്യമായിരിക്കണം, നമ്മുടെ ദേശീയത ഇൻക്ലൂസീവ് ആയിരിക്കണം, എല്ലാവരും ഉൾപ്പെടുന്നതായിരിക്കണം, അത് നിരവധി പുഷ്പങ്ങൾ പൂത്തുലഞ്ഞ ഒരു മലർവാടി പോലെ ആയിരിക്കണം എന്ന് വളരെ പോയിറ്റിക്കായി പറയുന്ന ഒരു സന്ദേശമാണ്. അതിൽ നിന്ന് വിപരീത റബ്ബർ തോട്ടം പോലെയുള്ള ഒരു രാഷ്ട്രത്തെ, ഏകവിള തോട്ടം പോലെ ഒരു രാഷ്ട്രത്തെയാണ് RSS സങ്കല്പിക്കുന്നത്. അതിനോടാണ് നമ്മുടെ വിയോജിപ്പ്. അത് ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന പ്രമാണമായ ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ കഠിനമായ വിമർശനം ഈ പ്രസംഗത്തോടും അത് മുന്നോട്ട് വെക്കുന്ന ആശയത്തോടും നമുക്ക് പ്രകടിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.